ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മൾ 8ാമത്തെ ദശകം നാരായണീയത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ 7 ശ്ലോകം വരെ. ഇനി 8, 9, 10 3 ശ്ലോകങ്ങൾ നമുക്കിന്ന് എടുക്കാം. എല്ലാവരും ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ലോണം പഠിച്ച് കേട്ട് മനസ്സിലാക്കി ഉൾക്കൊണ്ട് പഠിക്കാൻ ശ്രമിക്കണം. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. പുതിയ ക്ലാസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നമുക്കിവിടെ 8ാമത്തെ ശ്ലോകം ചൊല്ലി നോക്കാം. ദശകം 8 ശ്ലോകം 8. ചതുർയുഗാണാം ച സഹസ്രമേവം ത്വയി പ്രസുപ്തേ പുനരദ്വിതീയേ കാലാഖ്യശക്തി പ്രഥമ പ്രബുദ്ധ പ്രബോധയത്വാം കില വിശ്വനാഥ. ഹരേ കൃഷ്ണ. ആദ്യം പദച്ഛേദാണ്. അപ്പം ചതുർയുഗാണാം, ചതുഹു യുഗാണാം. അപ്പം ചതുർയുഗാണാം 4 യുഗങ്ങൾ എന്നർത്ഥം. ചതുർയുഗാണാം ച സഹസ്രം പ്ലസ് ഏവം സഹസ്രമേവം ത്വയി പ്രസുപ്തേ പുനഃ അദ്വിതീയേ. പുനരദ്വിതീയേ ഒന്നിച്ച് വായിക്കണം. പുനഃ അദ്വിതീയേ എന്നാണ് വരിക. കാലാഖ്യശക്തി പ്രഥമ പ്രബുദ്ധ പ്രബോധയത് ത്വാം കില വിശ്വനാഥ. ഇത്രയും പദങ്ങളാണ് വരുന്നത്. നമുക്ക് അന്വയപ്രകാരം അർത്ഥം നോക്കാം. 7ാമത്തെ ശ്ലോകത്തിൽ എല്ലാം ഭഗവാന്റെ സൂക്ഷ്മ രൂപത്തിൽ ഭഗവാന്റെ ഉദരത്തിൽ ഭഗവാനിൽ ലയിച്ചു ചേർന്ന് ഭഗവാൻ ഉറക്കം ആരംഭിച്ചു. കാലശക്തിയോട് ഉണർത്താൻ ആജ്ഞാപിച്ചിട്ട് ഉറങ്ങാൻ ആരംഭിച്ചു. യോഗനിദ്രയിൽ പോയി ഭഗവാൻ എന്ന് പഠിച്ചു. ഇവിടെ കാലശക്തി ഉണർത്തുന്നതാണ് പറയുന്നത്. ഇവിടെ പറയുന്നു ഭഗവാനെ വിളിക്കുന്നത് ഹേ വിശ്വനാഥ എന്നാണ്. വിശ്വനാഥനായ ഹേ ഭഗവാനെ അദ്വിതീയേ ത്വയി. അദ്വിതീയനായ നിന്തിരുവടി. എല്ലാം അദ്വിതീയൻ പറഞ്ഞാൽ ദ്വൈതം പറഞ്ഞാൽ രണ്ടായിട്ട് കാണുന്നത്. അദ്വിതീയം പറഞ്ഞാൽ ഒന്നായിട്ടത്. അതായത് എല്ലാം ഭഗവാൻ ലയിച്ചപ്പോൾ എന്തായി? ഭഗവാൻ അദ്വിതീയനായി, ഏകനായി. ഭഗവാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഏകനായ അവിടുന്ന്, അദ്വിതീയനായ അവിടുന്ന് ഏവം ചതുർയുഗാണാം സഹസ്രം പ്രസുപ്തേ. 1000 ഇതുപോലെ യോഗനിദ്രയിൽ 1000 ചതുർയുഗക്കാലം പ്രസുപ്തനായി ഉറങ്ങി, യോഗനിദ്രയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കെ അതിനുശേഷം പുനഃ കാലാഖ്യശക്തി, ആ പ്രപഞ്ചമൊക്കെ സൃഷ്ടിക്കാനുള്ള സമയമായപ്പോൾ, വീണ്ടും സൃഷ്ടി നടക്കാനുള്ള കാലം ആയപ്പോൾ കാലം എന്ന ശക്തി വീണ്ടും പ്രഥമ പ്രബുദ്ധ ആദ്യം ഉണർന്നു. എന്നിട്ട് ത്വാം നിന്തിരുവടിയെ പ്രബോധയത് ഉണർത്തുകയും ചെയ്തു. ഭഗവാനെ ഉണർത്തി. സമയമായപ്പോൾ എന്നെ ഉണർത്തണം എന്ന് ആജ്ഞാപിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള അനുവാദം ഭഗവാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കാലത്തിന്. അപ്പം ആ കാലശക്തി ആദ്യം ഉണർന്ന് ഭഗവാനെ ഉണർത്തി. ഇവിടെ ഭഗവാന്റെ ബ്രഹ്മാവിൻ്റെ രാത്രിയാണ് പ്രളയം. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് എത്ര കാലമാണ്? 4 ചതുർയുഗങ്ങൾ 1000 തവണ ആവർത്തിക്കണം. 4 × 1000 അത്രയും സമയം. 4 ചതുർയുഗം എന്ന് പറഞ്ഞാൽ തന്നെ വലിയ നീണ്ട കാലമാണ്. അതുപോലെ 1000 ചതുർയുഗങ്ങൾ കഴിഞ്ഞാലാണ് ബ്രഹ്മാവിൻ്റെ പകല്. അപ്പം രാത്രി നമ്മൾക്ക് അതേമാതിരി 12 മണിക്കൂർ, നമ്മൾക്ക് പകല് 12 മണിക്കൂർ രാത്രി എന്ന പോലെ ഇവിടെ ബ്രഹ്മാവിന് 1000 ചതുർയുഗങ്ങൾ പകലും 4 യുഗങ്ങൾ വീതം, പിന്നെ രാത്രിയും അതേപോലെ തന്നെയാണ്. ഇവിടെ കാലളക്കാനുള്ള തോതൊന്നും ഇതിലിവിടെ ഇല്ലെങ്കിലും കാലവും ഭഗവാനിൽ ലയിച്ചു ഉറങ്ങുകയാണെങ്കിലും കാലശക്തിക്ക് ഭഗവാൻ ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പ്രളയത്തിൻ്റെ അവസാനത്തിൽ എന്നെ ഉണർത്തണം എന്ന്. അപ്പോൾ ഭഗവാന്റെ ഇച്ഛ ആ കാലത്തിൻ്റെ നിർദ്ദേശമായി പറഞ്ഞിട്ട് താൻ ഉണരുന്നതിന് മുമ്പ് തന്നെ കാലം ഉണരണമെന്ന് ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാലം ഭഗവാന് മുമ്പ് ഉണർന്ന് ഭഗവാനെ ഉണർത്തി. ഇവിടെ ഭഗവാനെ പറയണത് എന്താണ്? എല്ലാ വിഭൂതികളും ഭഗവാനിൽ ലയിച്ചു ഉറങ്ങുകയാണ്. അപ്പം അതിനെന്താ തെളിവ്? ഒരു തെളിവുമില്ല. കാലത്തിൽ യാതൊന്നുമില്ല. ഭഗവാനിൽ ലയിച്ചിരിക്കുകയാണ്. പക്ഷേ നമുക്ക് പറഞ്ഞു തരുന്നത് ത്രികാലവേദികളായ ആചാര്യന്മാർ, അവർ സമാധിയിൽ ഒക്കെ ഇരുന്നിട്ട് അവർക്ക് ഉള്ളിൽ തെളിയുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്ന അറിവ് നമ്മൾക്ക് അത് വിശ്വസിക്കുക മാത്രമേ ഒരു വഴി ഇവിടെയുള്ളൂ. ഭഗവാൻ അദ്വിതീയനായ ഭഗവാൻ എല്ലാം തുല്യനായിട്ട് എല്ലാം ഭഗവാനിൽ ലയിച്ചിട്ട്, പ്രളയകാലത്ത് എല്ലാം ഭഗവാനിൽ ലയിച്ചിട്ട് ഭഗവാൻ ഏകനായിട്ട് വിശ്വം തന്നെ ഇല്ലാണ്ടായിട്ട് ആ വിശ്വനാഥനായ ഭഗവാൻ മാത്രം ശേഷിച്ചു. അതുകൊണ്ട് അദ്വിതീയൻ എന്ന് ഭഗവാനെ വിളിക്കുന്നു.
അങ്ങനെ അദ്വിതീയനായ ഭഗവാൻ ഉറങ്ങി പ്രസുപ്തനായിരുന്നപ്പോൾ, ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, യോഗനിദ്രയിലിരിക്കുമ്പോൾ പ്രപഞ്ചമില്ല, പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനമില്ല, പ്രവർത്തനത്തിന് ആവശ്യമായ കാലം പ്രവർത്തിച്ചു തുടങ്ങണം. അതിനാണ് കാലം പ്രഥമപ്രബുദ്ധൻ ആദ്യം ഉണർന്നിട്ട് ഭഗവാന്റെ വിഭൂതികളിൽ ഒന്ന് മാത്രമാണ് കാലം. ആ കാലം ഭഗവാനെ ഉണർത്തി എന്നാണ് പറയുന്നത്. ആ കാലത്തിന് പ്രവർത്തിക്കാനുള്ള അനുമതി ഭഗവാൻ കൊടുത്തു എന്ന് വ്യാഖ്യാനിക്കാം. ഹരേ കൃഷ്ണ. ശ്ലോകം 9. നമുക്ക് 8ാമത്തെ ദശകത്തിൽ 9ാമത്തെ ശ്ലോകം ചൊല്ലി നോക്കാം. വിബുദ്ധ്യജത്വം ജലഗർഭശായിൻ വിലോക്യ ലോകാനഖിലാൻ പ്രലീനാൻ തേഷ്വേവ സൂക്ഷ്മാത്മദയാ നിജാന്തസ്ഥിതേഷു വിശ്വേശ ദധാത ദൃഷ്ടിം. ഹരേ കൃഷ്ണ. പദച്ഛേദം നോക്കുമ്പോൾ വിബുദ്ധ്യ ച ത്വം ജലഗർഭശായിൻ വിലോക്യ ലോകാൻ പ്ലസ് അഖിലാൻ. അപ്പം ലോകാൻ അഖിലാൻ ഒന്നിച്ച് പ്രലീനാൻ തേഷു ഏവ, തേഷു ഏവ എന്നുള്ളത് പിരിക്കുമ്പോൾ തേഷു പ്ലസ് ഏവ സൂക്ഷ്മ ആത്മതയാ. അപ്പം സൂക്ഷ്മാത്മതയാ നിജാന്ത സ്ഥിതേഷു, നിജാന്ത സ്ഥിതേഷു വിശ്വേശ ദദാത ദൃഷ്ടിം. അതാണ് പദങ്ങൾ വരുന്നത്. നമുക്ക് അന്വയപ്രകാരം അർത്ഥം നോക്കുമ്പോൾ ഭഗവാൻ കാലം ഉണർത്തിയതിനു ശേഷം ആ ജലഗർഭശായിൻ എന്നാണ് പറയുന്നത്. ജലത്തിനുള്ളിൽ ശയിക്കുന്നവനായ അല്ലയോ ഭഗവാനെ, അതായത് എല്ലാ വസ്തുക്കളും ഭഗവാനിൽ ലയിച്ചു ചേർന്നപ്പോൾ പ്രളയത്തിൽ ജലം മാത്രമേ ബാക്കിയുള്ളൂ. ആ കാരണജലത്തിലാണ് പിന്നെ ഭഗവാൻ കൂടി ശയിക്കുന്നത്. അതാണ് ഇവിടെ ജലഗർഭശായിൻ എന്ന് വിളിക്കുന്നത് ഭഗവാനെ. ജലഗർഭശായിൻ വിശ്വേശ, വിശ്വങ്ങൾക്ക് ഈശ്വരനായിട്ടുള്ളവനെ ജലഗർഭശായിൻ. അവിടുന്ന് ത്വം പറഞ്ഞാൽ അവിടുന്ന് വിബുദ്ധ്യച്ച പറഞ്ഞ ഉണർന്നു, അതായത് കാലം ഉണർത്തി ഭഗവാൻ ഉണർന്നു. അപ്പോൾ എന്താ ഭഗവാൻ കാണുന്നത്? അഖിലാൻ ലോകാൻ, എല്ലാ ലോകങ്ങളും എല്ലാ സൃഷ്ടികളും ലോകങ്ങളൊക്കെ പ്രലീനാൻ വിലോക്യ, തന്നിൽ ലയിച്ച ഒന്നും കാണില്ല, വെള്ളം മാത്രമേ കാണുള്ളൂ, എല്ലാം ഭഗവാനിൽ ലയിച്ചതായിട്ട് കണ്ടിട്ട് സൂക്ഷ്മാത്മതയ സൂക്ഷ്മരൂപത്തിൽ നിജാന്തസ്ഥിതേഷു തൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ തേഷു ഇവയിൽ, അതായത് സൃഷ്ടികൾ മുഴുവൻ ഭഗവാനിൽ ലയിച്ചിട്ടുണ്ടല്ലോ, അതിൽ ഭഗവാൻ അതിലൊക്കെ തന്നെ ദൃഷ്ടിയും ദദാത ഒരു നോട്ടത്തെ പതിപ്പിച്ചു, ദൃഷ്ടിയെ പതിപ്പിച്ചു. അങ്ങനെ ഭഗവാന്റെ ഒരു ഈക്ഷണം, ദൃഷ്ടി, ചെറിയൊരു നോട്ടം, അതുകൊണ്ടാണ് ഇവിടെ ലോകം പ്രപഞ്ചം ഉണ്ടാകുന്നത്. പ്രളയം അവസാനിക്കേണ്ട കാലമായപ്പോൾ കാലശക്തി ഭഗവാനെ ഉണർത്തി ജലഗർഭത്തിൽ ശയിച്ചിറങ്ങുന്ന വിശ്വേശ്വരനായ ഭഗവാൻ ഉണർന്നു നോക്കുമ്പോൾ പ്രളയത്തിന് മുമ്പുണ്ടായ ലോകങ്ങളിൽ ഒന്നും കാണാനില്ല. താൻ ഭഗവാൻ തന്നെ ജലഗർഭത്തിലാണ് കിടക്കുന്നത്, ശയിക്കുന്നത്. അപ്പം ജലത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുകയല്ല ഭഗവാൻ, കാരണജലത്തിനുള്ളിലാണ് ഭഗവാൻ ശയിക്കുന്നത്. അത് വ്യക്തമാക്കാനാണ് ജലഗർഭശായിൻ എന്നിവിടെ വിളിക്കുന്നത്. വിശ്വേശ്വരനായ ഭഗവാന് വിശ്വങ്ങളൊന്നും കാണാണ്ടിരുന്നപ്പോൾ അത് തൻ്റെ ഉള്ളിൽ ലയിച്ചു എന്നറിയായികയല്ല, ഉറക്കക്കൊണർന്ന് സ്വാഭാവികമായി ഒന്ന് നോക്കി ജലം മാത്രം കണ്ടപ്പോൾ ലോകങ്ങളെല്ലാം തന്നിൽ ലയിച്ചിരിക്കണമെന്ന് മനസ്സിലായി. അപ്പം അത് പ്രളയത്തിന് മുമ്പ് കണ്ട സ്ഥൂല സൂക്ഷ്മത്തിലല്ല ഇതൊന്നും ഭഗവാന്റെ ഉള്ളിൽ പോയിരിക്കുന്നത്, സൂക്ഷ്മരൂപത്തിൽ, വളരെ സൂക്ഷ്മരൂപത്തിൽ. ആ സൂക്ഷ്മരൂപത്തിൽ തൻ്റെ ഉള്ളിൽ ലയിച്ചിരിക്കുന്ന ആ വിശ്വങ്ങളൊക്കെ ഭഗവാനിൽ ദൃഷ്ടി പതിപ്പിക്കുകയാണ്. മുമ്പിലത്തെ പോലെ സ്ഥൂലവും സൂക്ഷ്മവുമായ അതിൻ്റെ ഘടകങ്ങളോടെ പ്രപഞ്ചം വീണ്ടും ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഭഗവാൻ തൻ്റെ ദൃഷ്ടി അതിൽ പതിപ്പിച്ചു. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഉത്പത്തിക്ക് കാരണമായ ഭഗവാന്റെ ആ നോട്ടം കൊണ്ട് അന്തർലീനമായിരിക്കുന്ന ഭഗവാനിൽ ലയിച്ചിരിക്കുന്ന കോശകോടികൾ, ഒരുപാട് ജീവജാലങ്ങളെല്ലാം ഭഗവാനിൽ സൂക്ഷ്മരൂപത്തിൽ കിടക്കുന്നുണ്ട്, ലയിച്ചിട്ടുണ്ട്. ലോകങ്ങൾ അതെല്ലാം ഭഗവാനിൽ ലയിച്ച് കിടക്കുന്നുണ്ട്. അതെല്ലാം ദൃഷ്ടി പതിച്ചപ്പോൾ ഭഗവാന്റെ ദൃഷ്ടി പതിച്ച ഉടനെ എന്താണ് ഉണ്ടായത് എന്നാണ് അടുത്ത ശ്ലോകം മുതൽക്ക് നമുക്ക് പഠിക്കുന്നത്. അങ്ങനെ അതിൽ നിന്നാണ് പ്രപഞ്ചം ഉണ്ടാകാനുള്ള തുടക്കം ഇവിടെ പറയണം. ഹരേ കൃഷ്ണ. 10ാമത്തെ ശ്ലോകത്തിൽ നമുക്കത് കുറച്ച് കേൾക്കാം. ശ്ലോകം 10. തതസ്ത്വദീയാദയിനാഭിരന്ധ്രാത് ഉദഞ്ചിതം കിഞ്ചന ദിവ്യപൽപം നിലീന നിശേഷ പദാർത്ഥമാല സംക്ഷേപരൂപം മുകുളായമാനം. ഹരേ കൃഷ്ണ. നോക്കുമ്പോൾ പദച്ഛേദം തതഃ
ത്വദീയാദയി, ത്വദീയാത് പ്ലസ് ഐ, ത്വദീയാദയി പിരിക്കുമ്പോൾ തദഹ ത്വദീയാത് പ്ലസ് ഐ എന്ന് വരും. നാഭിരന്ധ്രാത് പ്ലസ് ഉദഞ്ചിതം. അപ്പം നാഭിരന്ധ്രാദുദഞ്ചിതം. കിഞ്ചന ദിവ്യപത്മം നിലീന നിശേഷ പദാർത്ഥമാലാ സംക്ഷേപരൂപം. ഒന്നിച്ച് വായിക്കണം. നിലീന നിശേഷ പദാർത്ഥമാലാ സംക്ഷേപരൂപം മുകുളായമാനം. അങ്ങനെ വരും. അന്വയപ്രകാരം നോക്കുമ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചില്ലേ, അത് ജീവകോശങ്ങളിലേക്ക് ഭഗവാന്റെ നോട്ടം ഉണ്ടായപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നാണ് പറയുന്നത്. ഐ പറഞ്ഞ അല്ലയോ ഗുരുവായൂരപ്പ, തദഹ പിന്നെ ആ നോട്ടം പതിച്ചപ്പോൾ, തുതിയാത് നാഭിരന്ധ്രാത്, തുതിയാത് പറഞ്ഞ എന്താണ്, അങ്ങയുടെ ഭഗവാന്റെ നാഭിരന്ധ്രത്തിൽ നിന്ന്, അതായത് പൊക്കിൾ കൊടിയിൽ നിന്ന് നിലീന നിശേഷ പദാർത്ഥമാല സംക്ഷേപരൂപം. നിലീനം പറഞ്ഞാൽ എന്താണ്, എല്ലാം ഭഗവാൻ ലയിച്ചു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആ ലയിച്ചു ചേർന്ന എല്ലാ പദാർത്ഥങ്ങളുടെയും എല്ലാം കൂടിയിട്ടുള്ള രൂപം, അതിൻ്റെ രൂപം എങ്ങനെ വന്നു? മുകുളായമാനം, ഒരു മൊട്ടിൻ്റെ രൂപത്തിലുള്ളതും ആയ കിഞ്ചന ദിവ്യപത്മം, ഒരു ദിവ്യ താമരയുടെ ദിവ്യമായ ഒരു താമരമൊട്ടിൻ്റെ രൂപത്തിൽ ഉദഞ്ചിതം, ഒരു താമരമൊട്ട് ആ ജലത്തിൽ നിന്ന് ഭഗവാന്റെ നാഭിയിൽ കൂടി ഉണ്ടായി ഉയർന്നു വന്നു എന്ന് പറയുന്നു. എല്ലാത്തിൻ്റെയും സംക്ഷേപ രൂപം, ഒന്നിച്ചുള്ള രൂപം, ഒരു മൊട്ടായിട്ട് രൂപമെടുത്ത് ആ ദിവ്യമായ താമരമൊട്ട് ഉയർന്നു വന്നു. സൂക്ഷ്മരൂപത്തിൽ ലയിച്ചിരിക്കുന്ന ലോകങ്ങളിൽ ഭഗവാൻ സൃഷ്ടി പതിച്ചപ്പോൾ ഭഗവാന്റെ ദൃഷ്ടി ലോകങ്ങളിലൊക്കെ പതിയുന്നതിന് മുമ്പ് തന്നെ കാലശക്തി ഉണർന്നു എന്ന് പഠിച്ചു. അപ്പം ആ കാലം പ്രവൃത്തിക്ക് വേണം ആധാരം. കാലമാണ് എല്ലാത്തിൻ്റെയും ആധാരം പ്രവർത്തനത്തിന്. അപ്പം ഏതെങ്കിലും പ്രവർത്തനമില്ലാതെ കാലഗതി ഉണ്ടാവില്ല. പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിനാണ് ഈ ശ്ലോകത്തിൽ തുടക്കം കുറിക്കുന്നത്. അതാണ് വിവരിക്കുന്നത്. ആദ്യമായി എന്താ സംഭവിച്ചത്? ഒരു മൊട്ടിൻ്റെ രൂപത്തിൽ ദിവ്യ പത്മത്തിൻ്റെ ഉയർന്നു വരൽ, അത് ഉയർന്നു വരുന്നതാണ് പറയുന്നത്. ഭഗവാന്റെ നാഭിരന്ധ്രത്തിൽ നിന്ന് ഒരു പത്മം ഉയർന്നു വന്നു. ഭഗവാന്റെ നാഭിയിൽ നിന്നുണ്ടായതുകൊണ്ട് ഈ താമര ദിവ്യമാണ്. കൂടാതെ ഇത് വിടരാത്ത പത്മമാണ്. ഒരു താമരമൊട്ടാണ് ആദ്യം ഉണ്ടായിരിക്കുന്നത് എന്നർത്ഥം. വിടരാത്ത താമരമൊട്ടാണ് ഉണ്ടായിരിക്കുന്നത് ഭഗവാന്റെ നാഭിയിൽ നിന്ന്. ആ താമരമൊട്ടിൽ മുമ്പ് ഉണ്ടായ പ്രപഞ്ചത്തിനുണ്ടായിരുന്ന എല്ലാ പദാർത്ഥ സമൂഹങ്ങളും സൂക്ഷ്മരൂപത്തിൽ ഒന്നിച്ചു ചേർന്ന് ലയിച്ചു ചേർന്നിട്ടുണ്ട്. താമര വിടരുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ എല്ലാ വസ്തുക്കളും സൂക്ഷ്മരൂപമൊക്കെ വെടിഞ്ഞ് ചെറിയ സ്ഥൂല രൂപം സ്വീകരിക്കും എന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ 3 ശ്ലോകങ്ങൾ കൂടി ഉണ്ട് ഇതിൽ, അത് പഠിക്കാം. എല്ലാവരും ക്ലാസ് നന്നായി ശ്രദ്ധിച്ച് പഠിക്കണം, ചൊല്ലാൻ ആവർത്തിച്ച് ചൊല്ലി പഠിക്കണം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ നാരായണ.